ഹലോ ഗൈസ്, പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡെൻറ്റമിൽ ടൗണിലെ ഫോസ്റ്റ് കാവൻ എന്ന ഒരു കേവിൻ്റെ അവിടെ പോയിട്ട് അവിടെ ടീം ഫ്ലെയർ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തു. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡെൻറ്റമിൽ ടൗണിൽ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ പോക്കിമോൺ ജിം ഇല്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആക്ച്വലി നമ്മളിപ്പോൾ ഡെൻറ്റമിൽ ടൗണിലാണ് നിൽക്കുന്നത്. സോ ഇതുവഴി ഒരു പാസേജ് ഉണ്ട്. യെസ്, ഇത് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ റൂട്ട് 70 മാമോസ്റ്റൈൻ ഗോട്ടിലാണ് എത്തിയിരിക്കുന്നത്. സോ നേരത്തെ ഇവിടെ മാമോസ്റ്റൈൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അതായത് ആബമാസ്നോനെ ടീം ഫ്ലെയർ പിടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതും നമ്മൾ പോയി രക്ഷിച്ചതൊക്കെ. ഓക്കെ, സോ ആ ഒരു എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇപ്പം എന്തായാലും ആ ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. സോ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇതുവഴി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് കാര്യം, എന്താണ് ഇഷ്യൂ. സോ നമുക്ക് ഇതുവഴി വേണം പോകാനായിട്ട്. ഇത് തികച്ചും ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഇതേപോലെ നമ്മൾ മറ്റേ ഗ്ലിറ്ററിങ് കേവിൽ പോകുന്ന വഴിക്ക് റൈഹോണിൻ്റെ പുറത്തും ഇതേപോലെ നമ്മൾ സവാരി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ വേറൊരു ഗെയിമിലും ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഐ മീൻ വേറെ പോക്കിമോൺ ഗെയിംസിലും ഞാൻ ഇങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, സോ ഇത് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ഓർമ്മയുള്ളത് മറ്റേ പോക്കിമോൺ അനിമിയിലെ ആഷും അതേപോലെ അവരുടെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഇതേപോലെ മാവസിൻ്റെ പുറത്തുകൂടി പോകുന്ന ഒരു സീനുണ്ട്. പക്ഷെ അത് ഏത് സീസണിലാണെന്നറിയില്ല. കുറേ ജനറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏത് എപ്പിസോഡാണ്, ഏത് മൂവിയാണോ അതോ മറ്റേ ഏത് എപ്പിസോഡാണെന്ന് എനിക്കറിയില്ല അത്. സോ ആ ഒരു സീക്വൻസാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഓക്കെ, ഓക്കെ, സോ നമ്മൾ സ്ഥലം എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നടന്നിട്ട് വേണം പോകാനായിട്ട്. യെസ്, എൻ്റെ മോനെ ഇതൊന്ന് കിട്ടിയാൽ പിടിക്കണം. ഓള ക്ലിപ്പ്. ഓക്കെ, ഇതാരാണ്? ഓക്കെ, സോ അലിസ്റ്റാ സിറ്റിയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെയുള്ള ജിമ്മിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സലീന നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന വന്നിട്ടുണ്ട്. സോ എന്തായാലും എസ്കോ. യെസ്, സോ നമ്മളങ്ങനെ അലിസ്റ്റാ സിറ്റിയിലെത്തി. ഓക്കെ, യു ദെയർ. ആരാണത്? ഓക്കെ, ലെജൻഡറി പോക്കിമോൺ. ഓക്കെ, സോ ഈ ഗെയിമിൽ ലെജൻഡറി പോക്കിമോൺ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഐ ഓൾമോസ്റ്റ് ഫോർഗോൺ. ഓക്കെ, ഓ റിപ്പീറ്റ് ബോൾസ്. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, നമുക്ക് എന്തായാലും പോയി ആദ്യം സലീനയെ നമുക്ക് ചാലഞ്ച് ചെയ്യാം. പോക്കിമോണിനെ ഹീൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാം ഫുൾ ഹെൽത്ത് ഫുള്ളാണ്.
സോ ഇതാണ് അനിസ്റ്റ സിറ്റി ജിം. ഓക്കെ, ക്വീസി. ഓക്കെ, സരീന ആയിരിക്കും മിക്കവാറും. ആണ് അവളല്ലേ വന്നത്, ചാലഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, വി ഷോ യു ഹൗ മച്ച് സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, ലൂമിയ സിറ്റിയിൽ വെച്ച് അവൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള റൈവൽസ് ആകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ചാലഞ്ച്. ശരി, 4 ബുക്കും. ഓക്കെ, മിയോസ്റ്റിക് സൈക്കിക് ടൈപ്പ് ആണ്. സോ നമുക്കിവിടെ ചെറിയ രീതിയിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ, ഓ മൈ ഗോഡ്, ഫേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കൻ ഫ്ലിഞ്ച് ആയി പോകും, കണ്ടില്ലേ? പക്ഷേ സ്റ്റിൽ നമ്മുടെ എബിലിറ്റി കണ്ടോ എൻ്റെ മോനെ. ഓക്കെ, നമുക്ക് എന്തായാലും ഷാഡോക്കളോ യൂസ് ചെയ്ത് നോക്കാം. അത് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും. കണ്ടില്ലേ, സൂപ്പർ എഫക്റ്റീവ്. സൈക്കിക് ടൈപ്പ് പോക്കിമോണിന് വീക്ക്നെസ് ഗോസ്റ്റ് ടൈപ്പ് മൂവ്സും പിന്നെ ഡാർട്ടിങ്. സോ നമുക്കൊന്നുകൂടി ഷാഡോക്കളോ യൂസ് ചെയ്ത് നോക്കാം. അതിൽ തീരും മ്യൂസ്റ്റിക്കിൻ്റെ കാര്യം. യെസ്, 1 ഡൗൺ. അടുത്തത് പോരട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലേറിയോ. ഓ, അവളുടെ ഫയർ ടൈപ്പ് ഒന്നും തോന്നുന്നു. ഓക്കെ, ഇപ്പതിൻ്റെയും. ഓക്കെ, നമുക്ക് എന്തായാലും ലെറ്റ്സ് മെഗാ ഇവോൾവ്. നമുക്ക് ബോൺ ക്രഷ് യൂസ് ചെയ്ത് നോക്കാം, കാരണം അത് ഗ്രൗണ്ട് ടൈപ്പ് മൂവ് അല്ലേ. സോ ഗ്രൗണ്ട് ടൈപ്പ് മൂവ്സ് സൂപ്പർ എഫക്റ്റീവ് ആണ് ഫയർ ടൈപ്പ് മൂവ്സ്. എൻ്റെ മോനെ, ഏതല്ലേ കാണിച്ചു കൊടുക്കാം. അറ്റാക്ക് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കണ്ടില്ലേ? പക്ഷെ ക്രിട്ടിക്കൽ ഹിറ്റാണ്. ഓക്കെ, സാരമില്ല. എൻ്റെ മോനെ 3 times കിട്ടിയത്, അതാണ് പവർ. അത്രേ ഉള്ളൂ കാര്യം സാർ. ഓക്കെ, ഗ്രെനിഞ്ച പോരട്ടെ. ഗ്രെനിഞ്ച ഐ തിങ്ക് ഡാർക്ക് ടൈപ്പ് ആണ്. സോ ഫൈറ്റിംഗ് ടൈപ്പ് മൂവ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ. സോ സ്പിയർ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഷോ വയ്ക്കാം. അത് ഗ്രെനിഞ്ചയുടെ മറ്റേ സിഗ്നേച്ചർ മൂവാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓ, ബോണ്ടഷ് ഉണ്ടല്ലോ, ബോണ്ടഷ് 3 times ഹിറ്റ് ചെയ്തില്ലേ, അതേപോലെ വാട്ടർ ഷൂയ്ക്ക് 3 or 4 times കൊള്ളുന്നാണ് തോന്നുന്നത്. ഓക്കെ, കണ്ടില്ലേ, 3 times. പക്ഷെ നമ്മുടെ ഒറ്റയടിക്ക് ഇത് ഫെയിൻ്റ് ആവും, ഉറപ്പാണ്. കാരണം ഡാർക്ക് ടൈപ്പ് ആയതുകൊണ്ട് ഫൈറ്റിംഗ് ടൈപ്പ് മീൻസ് സൂപ്പർ എഫക്റ്റീവ്. കണ്ടില്ലേ എൻ്റെ മോനെ, ഉള്ളൂ ഒരടിയിൽ വീഴ്ത്തി വിൽക്കാവേ. ഏതാ നമ്മൾ ലെവലപ്പായി 51. സൂപ്പർ. ഹീൽ പൾസ്, അതെന്താ ഹീൽ പൾസ്? അത് ശരിക്കും നമുക്ക് ആശയമില്ല. ഓക്കെ, ആൻസർ പോരട്ടെ. അതും ഡാർക്ക് ടൈപ്പ് തന്നെയാണ്. സോ ലെറ്റ്സ് യൂസ് അവർ സ്പിയർ വൺസ് അഗൈൻ. എന്താ ഇവളുടെ നല്ല പൊക്കമുണ്ട്, പക്ഷെ ഞാൻ ചെറിയ അറ്റാക്കാണ് തന്നത്, കണ്ടത് ക്വിക്ക് അറ്റാക്കാണ് തന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവർ സ്പീഡിൽ തീരും അബ്സോണിന്റെ കാര്യം. സോ ഇവളുടെ ലാസ്റ്റ് പൊക്കമോണല്ലേ, 4ാമത്തെ പൊക്കമോൺ. യെസ്, ഏതല്ലേ
ഫ്ലേറിയോൺ, ഗ്രെനിജ, ആൽസ്റ്റർ 3 നക്കി വീഴ്ത്തി. ഏതല്ലേ വേറെ ലെവല്. യെസ്, ഓക്കെ, നമ്മൾ അങ്ങനെ സെറീനയും ഡിഫീറ്റ് ചെയ്തു. സോ അവളുടെ പോക്കിമോണിനെക്കാളും നമ്മളുടെ പോക്കിമോൻ കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പോക്കിമോൺ ഹീൽ ചെയ്തു. ഓക്കെ, താങ്ക്സ് കേട്ടോ. ഞാൻ വിചാരിച്ച് പോക്കിമോൺ സെന്ററിൽ പോയി ഹീൽ ചെയ്യണം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അവൾ തന്നെ ഹീൽ ചെയ്ത് തന്നു. ഓക്കെ, സോ നമുക്ക് എന്തായാലും ജിമ്മിലോട്ട് തന്നെ ചാലഞ്ച് ചെയ്യാം. സോ അതാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നേരിട്ട് നമുക്ക് ജിം ചാലഞ്ച് ചെയ്താലോ? യെസ്. Alista City Pokemon Gym Leader Olympia. The person who makes spark with Starlight. Okay guys, let's rock and roll. Let's challenge the gym leader. ഇത് ഫെയറി ടൈപ്പ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഐ തിങ്ക്. ഓക്കെ, സൈക്കിക് ടൈപ്പ്. ഓ, ഇപ്പൊ നമ്മുടെ ഡാർക്ക് ടൈപ്പ് പോക്കിമോൺ ഇല്ലാത്തത് ഒരു സാരമല്ല. നമുക്ക് എന്തായാലും എന്ത് ദൈവം, ഇതെന്താണ്? സ്പേസ് സ്റ്റേഷൻ പോലെ ഉണ്ടല്ലത്. ഓ, അത് ശരി. ആ ഒരു കാപ്പറ്റ് കാല് വെച്ചപ്പോഴത്തേക്ക് എല്ലാം മാറി. ഒരു സ്പേസിൽ നിൽക്കുന്ന പോലെ ഒരു ഫീല്. ഇന്റെ ദൈവമേ. ഓക്കെ, സോ ഫസ്റ്റ് ട്രെയിനിങ് ബാറ്റിലാണ്. ഓക്കെ, എക്സിക്യൂട്ടർ. ഗ്രാസ് ടൈപ്പ് ആണ്. ഗ്രാസ് ടൈപ്പ് ആണ്. ഓക്കെ, ഞാൻ പോക്കിമോൺ സ്വിച്ച് ചെയ്യാൻ വിട്ടുപോയല്ലോ. സാരം നമുക്ക് ഗോസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ. അത് ശരിയാ, ഷാണ്ടത്തിലുണ്ട്. യൂസ് ചെയ്ത് നോക്കാം. എന്റെ മോനെ. ഓ, സൈഡ് ഷോക്ക്. നോ, നമുക്കത് പണിയാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ആക്ച്വലി ലുക്കാവിയെ മാറ്റണം. ലുക്കാവിയോ ഫൈറ്റിംഗ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കാര്യമില്ല. ഈ ജിമ്മിൽ നമുക്ക് കാര്യമില്ല. ലുക്കാവിയെ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫൈറ്റിംഗ് ടൈപ്പാണ്. സോ നമുക്ക് ഏതായാലും പോക്കിമോൺ സ്വിച്ച് ചെയ്യാതെ വേറെ ഏതെങ്കിലും പോക്കിമോൺ യൂസ് ചെയ്യേണ്ടി വരും. മിക്കവാറും സ്വിച്ച് ഉണ്ടല്ലോ, ഇങ്ങോട്ട് വഴിയില്ല. ഓക്കെ, ഓ ഓക്കെ, ഇത് വഴി പോകാൻ പറ്റില്ല, മറ്റേ വഴി ഉണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങോട്ടൊരു വഴിയുണ്ടല്ലോ. ഇല്ല, അവിടെ ഇല്ല, ഡെഡ് എൻഡ് ആണ്. ഓക്കെ, നമുക്ക് ഏതായാലും സ്വിച്ച് ആക്ച്വലി എങ്ങോട്ടാ പോകുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഐ തിങ്ക് ഓരോ സ്വിച്ച് നമ്മൾ എങ്ങനെ കേറി ജിം ലീഡിന്റെ അടുത്ത് എത്തുന്നെന്ന് തോന്നുന്നത് എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ കറക്റ്റായ വഴിയിലാണ് പോകുന്നത് ഐ തിങ്ക്. വഴി തെറ്റിയിട്ടില്ല നമുക്ക്. ഓക്കെ, ഇനിയിപ്പോ എങ്ങോട്ടാണ് പോകേണ്ടത്? ഓ, അടുത്ത ട്രെയിനിൽ ബാറ്റിൽ. ഓക്കെ,
വെളിച്ചം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഗോസ്റ്റ് മൂവ് ഉള്ളത് കൊണ്ട് കാരണം മാത്രമാണ് കണ്ടില്ലേ ഒറ്റയടിക്ക് തീർത്തു ക്രിട്ടിക്കലിറ്റി. അതാണ് ലുക്കാവേ. സോ നമ്മുടെ കയ്യിൽ ഗോസ്റ്റ് മൂവ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും ഒരു റിസ്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അധികം പണിപെടേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ജിം ലീഡറിനകത്ത് ചാലഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ എങ്ങനത്തെ പോക്കിമോൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഗൈസ്, കുറേ നേരം അങ്ങനെ ചുറ്റിക്കറങ്ങി അവസാനം നമ്മൾ ജിം ലീഡറിന്റെ അകത്ത് എത്തിയിരിക്കേണ്ട ഗൈസ്. കുറേ സമയം പോയിട്ടോ, അതാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കേട്ടോ. സോ നമുക്ക് നേരിട്ട് ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാം. ഓക്കെ, a ritual to decide your fate and future. The battle begins. Okay. Let's challenge Gym Leader Olympia. The Pokemon level. Sigilyph. Okay. 3 Pokemon. Okay. Let's go Lucius. നമ്മുടെ കയ്യിൽ ഒരു ഡാർട്ടിക് മൂവ് ഉണ്ട്. സോ അത് ഇവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. യെസ് മെഗാ ഇവോൾ. എൻ്റെ മോനെ, ഇത് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, സംശയമാണ്. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ല, റിഫ്ലക്റ്റ് യൂസ് ചെയ്ത് പറ്റില്ല. നമുക്ക് ഒന്നുകൂടി സഫേർ യൂസ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എസ്കോഫർ ബൈറ്റ് ഓള് പോർഷൻ കൊടുത്തു. പക്ഷേ സ്വാഭാവികം. ഡാർക്ക് ടൈപ്പ് ആയതുകൊണ്ട് സൂപ്പർ എഫക്റ്റീവ് ആണ്. യെസ്, പക്ഷെ അത്രയൊന്നും കുറയുന്നില്ലല്ലോ. നമുക്ക് സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നു. കണ്ടില്ല, ഫ്ലെറ്റിൽ ലൈറ്റ് സ്ക്രീനിൽ മാറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിഫൻസ് കൂട്ടുകയാണ്. ഇപ്പം ഡിഫൻസ് കൂടുമ്പോൾ ലൈഫ് അതിൻ്റെ HP കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒന്നുകൂടി സർഫ് യൂസ് ചെയ്ത് നോക്കാം. ഇത്തവണെങ്കിലും തീർക്കാൻ പറ്റുമോ? ഇല്ല. ദൈവമേ, എന്റെ ദൈവമേ, ക്രിട്ടിക്കലിറ്റോ. ഇനിയിപ്പോൾ അവള് വീണ്ടും ഇത് ഹൈപ്പർ പോഷൻ റിഫ്ലക്റ്റും ലൈറ്റ് സ്ക്രീനും മാറ്റി യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഡിഫൻസ്, ആ പോക്കോണിന്റെ ഡിഫൻസ് കൂട്ടി. അപ്പൊ നമുക്ക് അതിന്റെ HP കുറയ്ക്കാൻ കുറച്ച് പണി വേണം. യെസ്, റിഫ്ലക്റ്റ് ഓഫായി. യെസ്, ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് ബൈക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓ നോ, അപ്പൊ വീണ്ടും ഹൈപ്പർ പോർഷൻ യൂസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അത്രയും കുറച്ച് 1 HP രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് let's go Achilles. നമ്മളുടെ അടുത്താണല്ലോ എന്നാൽ ഫെനക്കിൻ ഡെൽഫോക്സ് സൈക്കിൾ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സൈക്കിൾ ടൈപ്പ് മൂവ്സ് അത്രയും എഫക്റ്റീവ് അല്ല. കണ്ടില്ലേ ഏതാ ഇത്രയുള്ളൂ.
സ്ലോക്കിങ്. ഇത് പണിപ്പെടാനുള്ള സാധ്യത, കാരണം ഇത് വാട്ടർ ടൈപ്പ് കൂടിയാണ്. സ്റ്റിൽ ഫ്ലെയിം ത്രവർ യൂസ് ചെയ്ത് നോക്കാം, പക്ഷെ എഫക്റ്റീവ് ആകാൻ ചാൻസ് കുറവ്, കാരണം വാട്ടർ ടൈപ്പ് ആയതുകൊണ്ട് നോട്ട് വെരി എഫക്റ്റീവ്. നമുക്ക് പോക്കിമോൺ സ്വിച്ച് ചെയ്യാം, കാരണം സെക്കൻഡ് ടേണിൽ നമ്മൾ ഉറങ്ങിപ്പോകും. സോ ലെറ്റ്സ് ഗോ ഹാമുറ. ഞാൻ വീണ്ടും യോൺ യൂസ് ചെയ്തു. നമുക്ക് എന്തായാലും ഓരോ സ്പീഡ് യൂസ് ചെയ്ത് നോക്കാം. ഇത് നടക്കുമെന്ന് അറിയില്ല. ഓ മൈ ഗോഡ്, സാരമില്ല, എൻ്റെ പകുതി ലൈഫ് കുറച്ചുണ്ട്. ഓക്കെ, നമ്മളെ ലുക്കാവെ അങ്ങനെ ഫെയിൻ്റായി, സാരമില്ല. പക്ഷേ നമ്മളെ അക്കേരീസ് ഉണ്ടല്ലോ, സോ നമുക്കിവിടെ സ്ലൈറ്റ്ലി ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ഹോപ്പുണ്ട്. സോ നമുക്ക് എന്തായാലും കട്ട് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വീണ്ടും യോൺ യൂസ് ചെയ്തു. ഓക്കെ, നമുക്കൊന്നുകൂടി കട്ട് യൂസ് ചെയ്ത് നോക്കാം, വേറെ വഴിയില്ലല്ലോ. ഓക്കെ, നമ്മളെ ഓക്കിയിട്ടവൻ നമ്മളെ ഓക്കി, പക്ഷേ സാരമില്ല. നമ്മൾ 2 തവണ കട്ട് യൂസ് ചെയ്തുകൊണ്ട് അവൻ്റെ സ്ലോക്കിങ്ങിൻ്റെ ലൈഫ് ഏറെക്കുറെ കുറയ്ക്കാൻ പറ്റി. ഓക്കെ, സോ പവർ ജെം അതെന്തൊക്കെയാണ് ദൈവമേ, എൻ്റെ പൊന്നെ, അത് ഗോസ്റ്റ് പറ്റക്കാണെന്ന് തോന്നുന്നത്, കാരണം സൂപ്പർ ഫെറ്റി എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സോ ഒന്നുകൂടി നമുക്ക് കട്ട് യൂസ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവിടെ വെച്ച് അതും ഫെയിൻ്റ് ആയില്ല. എൻ്റെ ദൈവമേ, ഫെയിൻ്റ് ആയില്ലല്ലോ. ഇപ്പോൾ ജിം ലീഡർ ഹൈപ്പർ പോഷൻ യൂസ് ചെയ്യും, ഉറപ്പാണ് എനിക്ക്. ഇല്ല, എൻ്റെ മോനെ ഏതാ ഇജാതിയാണ് ആ ലാസ്റ്റ് മിനിറ്റിൽ. പിന്നെ ഭാഗ്യത്തിന് ജിം ലീഡർ ഹൈപ്പർ പോഷൻ യൂസ് ചെയ്യില്ല, ഒറ്റ മൂവ് വെച്ച് 5 vs വാട്ടർ ടൈപ്പ്. ഏതല്ലേ. ഓക്കെ, വീണ്ടും നമ്മുടെ അക്കലീസ് വാങ്ങി. സാരമില്ല, മ്യൂസ്റ്റിക്കാണ് അടുത്തത് വരുന്നത്. മ്യൂസ്റ്റിക്ക് പണിയാണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് ഫുൾ ഹീൽ യൂസ് ചെയ്യണം. പക്ഷേ ഗോസ്റ്റ് ടൈപ്പ് അറ്റാക്ക് ഇല്ല നമ്മുടെ കയ്യിൽ. സോ ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് എന്തായാലും ഫുള്ളിൽ കൊടുത്ത് നോക്കാം. സൈക്കിക് പ്ലസ് സൈക്കിക് ആണല്ലോ, പക്ഷേ മ്യൂസിക് ഗോസ്റ്റ് ടൈപ്പ് അറ്റാക്ക് ചെയ്യാണ്ടില്ല. ഞാൻ വിചാരിച്ചു ഫേക്ക് ഔട്ട്. അതൊരു സ്ട്രാറ്റജിയാണ്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കിമോൺ ഫ്ലിഞ്ചാവും, അനങ്ങാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഫ്ലെയിം ത്രോവർ തന്നെ യൂസ് ചെയ്ത് നോക്കാം. അല്ലാതെ സൈക്കിക് അറ്റാക്ക് അവനെ അത്രയും ഏൽക്കില്ല, കാരണം സെയിം ടൈപ്പ് അല്ലേ. എൻ്റെ മോനെ പകുതി ലൈഫ് കുറഞ്ഞു. ഓക്കെ, ഷാഡോ ബോൾ. ഞാൻ വിചാരിച്ചിട്ടാ ഗോസ്റ്റ് ടൈപ്പ് അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഗോസ്റ്റ് ടൈപ്പ് നമുക്ക് സൂപ്പർ എഫക്റ്റീവാണ്. ഓക്കെ സാർ, നമുക്ക് വൺസ് മോർ ഫ്ലെയിം ത്രോ യൂസ് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ അക്കേലിസ് വേറെ ലെവലാട്ടാ, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ പൊന്നെ, ഈവൻ ആ സ്ലോക്കിങ്ങിനെ പോലും എന്താണ് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സ് പോലും എനിക്ക് താങ്ങാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത അക്കേലീസ് 2 പോക്കിലും ഡിഫീറ്റ് ചെയ്തു. എൻ്റെ പൊന്നെ, എന്തായാലും അത് കൊള്ളാം ഗൈസ്. 5 vs വാട്ടർ. ആഷിൻ്റെ സീരീസിലാണ്, അതായത് പോക്കിമോൺ സീരീസ് കണ്ടവർക്കറിയാം, ആഷിൻ്റെ ചാർജറും പിന്നെ ഗാരിയുടെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ബാറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ആഷിൻ്റെ ചാർജർ വിൻ ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം. സോ
പക്ഷേ ഒരു ഗെയിമിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചത്. സോ എന്താ പറയാന്നറിയില്ല. സോ നമ്മൾ അങ്ങനെ 7th ജിം ബാഡ്ജാണ് നേടിയിരിക്കുന്നത് വീസ്റ്റാ സിറ്റി. ഇനി നമുക്ക് നമുക്ക് ഡയറക്റ്റ്ലി ജിമ്മിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. യെസ്. സോ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ 7 ജിം ബാഡ്ജ് 7th ജിം ബാഡ്ജാണ് ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആകെ കൂടി ഒരേ ഒരു ജിം ബാഡ്ജ് മാത്രമേ ബാക്കിയുള്ളൂ. ഐ എം ഷുവർ ഗെറ്റിംഗ് സൈക്കിൾ ബാഡ്ജ് വാസ് ടു മച്ച് ട്രബിൾ ഫോർ യു റൈറ്റ് ക്രേസി. സെറീനയാണോ അത്? പക്ഷെ അവിടെ ടീം ഫ്ലെയർ ഉണ്ട് കേട്ടോ. അവന്മാർക്ക് എന്താ പണിയുടെ? ഐ തിങ്ക് ഐ ചാലഞ്ച് യു എ ഡെയിലി ബാറ്റിൽ വെൻ ദിസ് ട്രിപ്പ്. ഓക്കെ, ഒന്നുകൂടി ബാറ്റിലോ? ഓ മൈ ഗോഡ്, ഈ ബാറ്റിലോ? പക്ഷേ എൻ്റെ പോക്കിമോൺ ലൈഫ് കുറവാണല്ലോ. ഓക്കെ, വാട്ട് കുഡ് ദിസ് ബി? ഇത് മറ്റൊന്നല്ലേ ലേസാൻഡർ? പോക്കിമോൺ trainers, I come to you by the Holocaster to make an important announcement. Listen well. Team Flare will revive the ultimate weapon, eliminate everyone who is in our group. എന്നിട്ട് and return the world to a beautiful natural state. Unproductive fools are consuming our future. Oh, if nothing changes, the world will become ugly and conflict will raise the land from end to end. എൻ്റെ പൊന്നെ, I repeat, we will use the ultimate weapon and wipe the state clean. Oh, I'm sorry those of you who are not members of Team Flare, but this is headed to you all. Team Flare മെമ്പേഴ്സ് അല്ലാത്തവർക്കും ഇത് ബാധകമാണെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നെ, എനിക്ക് ആദ്യം തന്നെ പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ലീസാൻഡ്രയ്ക്കും ടീം ഫ്ലെയറിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ഇത് ഇയാൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ ദൈവമേ, നീതിക്ക് നിരക്കാത്ത കാര്യം ഇയാളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എനിവേ, സോ അങ്ങനെയാണെങ്കിൽ ടീം ഫ്ലെയറിനെ നമുക്ക് നേരിടേണ്ടി വരാനുള്ള ടൈമായി ഗൈസ്. സോ അതെന്തായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഈ എപ്പിസോഡ് കണ്ടവർ, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതേപോലുള്ള വീഡിയോസ് ഉള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ബൈ.